ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കേക്കാണ്. നമ്മളെ ടെൻഡർ കോക്കനട്ട് കേക്ക്, അതായത് ഇളനീരിന്റെ കേക്ക്. നല്ല ടേസ്റ്റ് ആണ്, നല്ല സൂപ്പർ സോഫ്റ്റ് ആണ്, പിന്നെ ഒരു നല്ല റിച്ച് ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യുന്നത് കേക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിവിടെ 4 മുട്ടന്റെ മഞ്ഞയും വെള്ളയും ശരിക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് വൈറ്റ് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീം ടെക്സ്ചർ ആകുന്നത് വരെ അത് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല കട്ടിയായിട്ട് വരണം. കാരണം എത്രത്തോളം നമ്മൾ ഇത് ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളില് നമുക്ക് മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ശരിക്കും 1 കപ്പ് മെഷർമെന്റിൽ എടുക്കാം, എന്നിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അത് ബീറ്റ് ചെയ്ത് അതിന്റെ കളറൊക്കെ മാറി ഏകദേശം വൈറ്റ് കളർ ആവുന്നത് വരെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ കണ്ടില്ലേ, കളറൊക്കെ മാറി ഏകദേശം ഒരു വൈറ്റ് കളർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളില് നമുക്ക് മൈദ ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാൻ കേക്കിൽ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് ഉപ്പ് അതിലുണ്ടാവും ഓൾറെഡി. അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. പൊടിയൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മിക്സില് എഗ് വൈറ്റും പിന്നെ ഈ ഒരു പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പൊ ആദ്യം എഗ് വൈറ്റിന്റെ ഹാഫ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ മൈദയുടെ മിക്സ് പകുതി ചേർത്ത് കൊടുക്കാം. മുഴുവനും ഇടരുത്, കാരണം അത് പിന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഈ മിക്സ് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പതുക്കെ വേണം ചെയ്യാൻ. നിങ്ങൾ മൈദ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ബീറ്റ് ചെയ്യരുത്, കാരണം കേക്ക് ഹാർഡായി പോവും.
അതെല്ലാം ശരിക്കും ഫോൾഡായി വന്നാല് അതിലേക്ക് ബാക്കിയുള്ള എഗ് വൈറ്റും പിന്നെ ഫ്ലോറിന്റെ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫോൾഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് കേക്ക് കുക്ക് ചെയ്തെടുക്കാം. സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാനിൽ ഞാനിവിടെ 1/4 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നമ്മളെ ഇളനീരിന്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അത് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കണം. ഏകദേശം തിളച്ച് നമ്മൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യണം. അപ്പൊ ഞാനിവിടെ 1/2 ആണ് ആക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കേക്കിന്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പീസ് ആക്കണമെങ്കിൽ 3 പീസ് ആക്കാം. ഞാനിവിടെ 2 ആണ് ആക്കുന്നത്. അപ്പൊ കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട് നമ്മുടെ കേക്ക്. നമുക്ക് ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പം ഒരു 10 മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചതാണ്. അതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഫ്രീസായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്നാലും നമ്മളെ ക്രീം നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ. കാരണം നല്ല തണുപ്പുണ്ടാവണം. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മീഡിയം സ്പീഡിൽ വേണം വെക്കാൻ. അതുപോലെ നിങ്ങൾ ഫാൻ ഒന്നും ഇട്ടിട്ട് ചെയ്യരുത്, കാരണം ക്രീം ലൂസായി പോവും. ഇപ്പൊ ക്രീം നല്ല തിക്കായി വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടാം. ഇനി അത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം റെഡി ആയിട്ടുണ്ട്. ഒരു കേക്ക് ബോർഡിൽ നമുക്ക് കുറച്ച് ക്രീം പുരട്ടി കൊടുക്കാം. കാരണം അടിയിൽ ക്രീം ആക്കുന്നത് എന്നാൽ മാത്രമേ കേക്ക് അവിടെ ഉറച്ചു നിൽക്കുള്ളൂ. ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കേക്ക് വെച്ചു കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച സിറപ്പ് അതിന്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് എടുക്കാം. അതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. വെച്ച് നമുക്ക് മേലെ ക്രീം ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഡയറക്റ്റ് ക്രീം ഇട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കേക്ക് അത് ലെവലിൽ കിട്ടില്ല, ഒരു ഈക്വൽ ക്വാണ്ടിറ്റിയിൽ കിട്ടൂല. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എല്ലായിടത്തും നമുക്ക് ഈക്വൽ ആയിട്ട് ക്രീം കിട്ടും. ഇനി അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. മേലെ നമുക്ക് ഇളനീര് ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ഇളനീര് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ജ്യൂസ് പോലെ ആവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് അതൊരു പൊടി പോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. വലിയ പീസാണല്ലോ ഉണ്ടാകുന്നത്. അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പൊ നമുക്ക് ഈക്വൽ ആയിട്ട് എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കാം.
ഞാൻ ഏകദേശം ഇവിടെ 2 ഇളനീരാണ് എടുത്തത്. നല്ല വലിയ 2 ഇളനീര് എടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് കുറച്ച് ബാക്കി വെക്കണം, കാരണം നമ്മൾ മേലെയും കൂടി ഒന്ന് ഇടാനുള്ളതാണ്. കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. അതിന്റെ മേലെ ബാക്കിയിലത്തെ കേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഏറ്റവും മേലത്തെ ഭാഗം താഴെ ആക്കിയിട്ട് വേണം വെക്കാനായിട്ട്, കാരണം നമ്മളെ ഷേപ്പ് ചിലപ്പോൾ മേലെ പൊന്തിയിട്ടൊക്കെ ഉണ്ടാവും കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ആ ഒരു ലെവൽ ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത ഭാഗം നമ്മൾ മേലെ വെക്കുന്നത്. ഇനി അതിന്റെ മേലെ നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. താഴെ ഒഴിച്ചതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ നമുക്ക് മേലെ ഒഴിച്ചു കൊടുക്കാം, കാരണം ഇതിങ്ങനെ അടിയിലേക്ക് പോകും ചിലപ്പോൾ സിറപ്പ്. അതുകൊണ്ട് മേലെ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കാം. ഇനി മേലെ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഒന്ന് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സൈഡിലും നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പൊ ക്രീം നല്ലോണം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മേലെ ഒന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണം, ബോർഡർ പോലെ. ഇത് നിർബന്ധമാണ്, കാരണം നമ്മൾ ഇതിന്റെ മേലെ ടെൻഡർ കോക്കനട്ടിന്റെ ഒരു ഗ്ലേസിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒലിച്ച് താഴോട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ബോർഡർ കൊടുക്കുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് നിങ്ങൾക്ക് ചെയ്യാം. ബോർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ താഴെയും കൂടി ഒന്ന് ചെയ്യുന്നുണ്ട്, സിമ്പിൾ ഡിസൈന്. നമുക്ക് ഈ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്ലേസിങ് ഒഴിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഗ്ലേസിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഗ്രാം ചൈന ഗ്രാസ്, ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഒരു പാനില് ആ ചൈന ഗ്രാസിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഇളനീരിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. നമ്മളെ ഗ്ലേസിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഗ്ലേസിങ് നമുക്ക് കേക്കിന്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന്റെ മേലെ നമുക്ക് ഇളനീര് ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തണുത്തിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാനും കഴിക്കാനും ആയിട്ട്. തണുത്താലാണ് നല്ല ടേസ്റ്റ്. അപ്പം അത്രയും നല്ല ക്രീമൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റാണ്. ഇളനീരിന്റെ ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഉണ്ടാക്കി നോക്കി അടിപൊളിയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.